കഴിഞ്ഞ തവണ ഏട്ടൻ വന്നപ്പോ അന്താക്ഷരിയിൽ ഞാൻ ഉടക്കിയെന്ന് പായില്ല. ഇക്കുറി പായങ്ങാനും എന്റെ മുന്നിൽ വന്ന് വീണ. ആ പായ അങ്ങോട്ട് നിവർത്തിയിട്ട് അതിൽ നീണ്ടു തുറന്നങ്ങടെ കിടക്കുക. അത്ര തന്നെ. വന്ന് കയറിയപ്പോ തന്നെ അന്താക്ഷരി കളിച്ചാൽ എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ അടിച്ചെടുക്കാൻ എന്താ ഇത്ര ധൃതി? ചന്ദ്ര, ഈ സല്യൂട്ട് ആള് ചില്ലറക്കാരല്ലോ. ഉള്ളിലേക്കാണ് ചെല്ലുമ്പോ തന്നെ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നും. അവിടുത്തെ വലിയ വലിയ ഷേക്കന്മാര് കഴിക്കുന്ന സാധനം. ബോട്ടിൽ തന്നെ ഇന്ത്യൻ മണി ഒരു 10000 രൂപ വരും. വില വരും. വിലയിൽ കുറഞ്ഞ ഏർപ്പാട് ഈ ചന്ദ്രശേഖരന് നിഘണ്ടുവില്ലല്ലോ. 3.5 ലക്ഷത്തിന്റെ വാച്ച്, 36,000 മോതിരം, 12,000 കുപ്പായം. പത്രാസിന് എന്ത് കുറവാണുള്ളത്? മരിച്ചുപോയി ഞങ്ങളുടെ രാഘവന്റെ കുട്ടിക്ക്. ഏട്ടാ, ഇത്തവണത്തെ അബ്കാരി ലേലത്തിന് നമുക്കൊന്ന് കൂടിയാലോ? കാശുണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാ. അങ്ങനെ നാട്ടുകാരെ കള്ളു കുടിപ്പിച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കണ്ട. ഇപ്പൊ ഈ ഉള്ള ബിസിനസ് ഒക്കെ നോക്കി നടത്തിയാൽ മതി നിങ്ങള്. ആക്രാന്തം വേണ്ടാന്നർത്ഥം. അതെ ഏട്ടാ. അല്ല, നേതാവിനോടൊരു ചോദ്യം. എങ്ങനെ ഇരിക്കുന്നു നിന്റെ ലൈലാ മജ്നു? മനസ്സിലായില്ല. വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞു. നീ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ അനിയത്തിയുമായി ക്രൂരമായ പ്രണയത്തിലാണെന്ന്. പട്ടാളക്കാരന്റെ ഭാര്യയുടെ അനിയത്തി ആയതുകൊണ്ട് പേടിക്കാനില്ല. ഇവന്റെ കാര്യം ഒരു വെടിക്ക് തീരും. അതെ, ഇതിൽ ഇടപെടാനുള്ള സമയം ഉണ്ടാവും തോന്നണില്ല. എന്റെ പൊന്നേട്ടാ, ഇവന്റെ പ്രേമം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. പെണ്ണ് ലോ കോളേജില്ല, കാണാനും സുന്ദരിയ. അപ്പൊ മന്ദബുദ്ധിയായിരിക്കും. അല്ലെങ്കിൽ മണ്ടറ കയറി ആരെങ്കിലും പ്രേമിക്കോ? എടാ, അവള് സ്ട്രോങ് ആണെങ്കിൽ ഒരു പന്തല് വെച്ച് നടത്താം. വലിയേട്ടന്റെ കൊച്ചനിന്റെ കല്യാണം ഒരുമിച്ച്. നാട്ടുകാർക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ചേഞ്ചിൽ അല്പം ലാഭിക്കാം. സോറി ഏട്ടാ, ഞാൻ അവളെ കെട്ടാൻ പോകുന്നത് ഒരു കൊടി വെച്ച കാറിലായിരിക്കും. കൊടിയുടെ നിറം പറഞ്ഞില്ല. ത്രിവർണ്ണ പതാക. ഞാൻ വിചാരിച്ച് കരിങ്കൊടി ആയിരിക്കും. ഏട്ടാ, പറയുന്നോണ്ടൊന്നും തോന്നില്ല. നീ പറയടാ, ചന്ദ്രൻ ഒന്നും പറയില്ല. ഏട്ടന്റെ ഈ വേര് വെറും പാഴ് വേരാ. അത് കറക്റ്റ്. ഈ കോങ്ങണ്ണന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അളിയോ, അവിടെ അളിയന് തെറ്റി. ജന്മനാ ഞാൻ ഒരു കോങ്ങണ്ണനല്ല. ജീവിത യാത്രക്കിടയിൽ അങ്ങനെ ആയിപ്പോയതാ. എന്റെ ഉമ്മ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ ബാപ്പായെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ബാപ്പ ഇടക്കിടക്ക് ചന്തി ചൊറിയുന്ന സ്വഭാവക്കാരനായിരുന്നു. ആരുടെ എന്തി? ബാപ്പാന്റെ എന്തിയോ അത് ഉമ്മാന്റെ എന്തിയോ? ബാപ്പാന്റെ സ്വന്തം ചന്തി. അളിയോ, ഫ്ലാക്ക് ബാക്ക് പറയുമ്പോ അതിന്റെ ഇടയിൽ കോമഡി വെതറല്ലേ? ആ ബാപ്പയെ തേടിയുള്ള അലച്ചിലിനിടയിൽ ഒരേ സമയം എന്റെ ഈ 2 കണ്ണുകൾ 2 വഴിക്ക് സഞ്ചരിച്ചു. അങ്ങനെ എനിക്ക് കോങ്ങണ്ണുണ്ടായത്. അതെന്തിനാ സുലൈമാനെ 2 കണ്ണും 2 ബൈക്ക് സഞ്ചരിച്ചത്? എന്റെ ബാപ്പാക്ക് എന്താ 2 അന്തി ഉണ്ടോ? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ല, ഒരേ സമുദായത്തിൽപ്പെട്ട ആളാന്ന് ഞാൻ നോക്കൂല. ചെയ്താലിക്ക് ഒരു തമാശ പറഞ്ഞല്ലേ. നീ സമാധാനായിട്ടിരിക്കേ. ആരൊക്കെ കളിയാക്കിയാലും നിന്റെ ആ അയ്യോ അത് ചൊറിയണ ബാപ്പയുണ്ടല്ല, അയാൾ നമ്മൾ കണ്ടെത്തും. ചന്ദ്രേട്ടന്റെ ഈ ഒരൊറ്റ വാക്ക് വിശ്വസിച്ച ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ഈ മണ്ണി കാലുകുത്തണത്. ചന്ദ്രേട്ടൻ പറഞ്ഞതാ. അത് ഉറപ്പാണല്ലോ. ഉറപ്പാ. മരിച്ചോ എന്റെ ഉമ്മയാണ് ഉറപ്പാ. അപ്പൊ നിനക്ക് ഉമ്മായില്ലേ? ഉമ്മയാണ് ഉറപ്പാ. ചന്ദ്രേട്ടന്റെ ഈ വരവിൽ 2 മഹാത്ഭുതങ്ങളാണ് കേരളത്തിന്റെ ഈ മണ്ണിൽ സംഭവിക്കാൻ പോകുന്നത്. ചന്ദ്രേട്ടൻ പെണ്ണ് കെട്ടും. രണ്ടാമത്തത് പറയല്ല തന്നോട്. ഞാൻ എന്റെ ബാപ്പായെ കണ്ടുമുട്ടുന്നു. ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ട് കൊടുക്ക. എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ട? എനിക്കിഷ്ടായൊന്നാ. ഭാവിയിൽ എന്റെ ഏട്ടത്തെ അമ്മയമ്മ പോകുന്നവരെ ഞാൻ കണ്ട് ഇഷ്ടപ്പെടുന്നത് ശരിയല്ല ഏട്ടാ. ഏട്ടൻ നോക്ക്. നീ ഭാവിയിലേക്ക് നോക്കണ്ട. നീ നോക്കിയാലും ഞാൻ നോക്കിയാലും ഒക്കെ ഒരുപോലെ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ചേട്ടനും അനിയനും കൂടെ എന്താ ഒരു സുകാര്യം പറച്ചില്? ചെക്കൻ ആളൊരു നാണം കുടുങ്ങിയാണല്ലേ. അതുകൊണ്ടാണല്ലോ അനിയന്മാരെല്ലാം നേരത്തെ കെട്ടിയത്. മോളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. വേണം. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് നിർബന്ധ. ചന്ദ്ര, പോയി സംസാരിച്ചോളൂ. ചെല്ലേട്ടാ, ചെന്ന് സംസാരിക്കേ. നീ സംസാരിച്ചാ മതി. എത്രയായാലും നമ്മളൊക്കെ ഒരു ചോരയല്ലേ. അതുകൊണ്ട് നീ സംസാരിച്ചാ മതി. അല്ലേട്ടാ, നീ സംസാരിച്ചാ മതി. നീ സംസാരിച്ചാ മതി. അമ്മാമേ, ദേ അവരെത്തി. എന്തായി? കണ്ടിട്ട് ഇഷ്ടായോ? ഒന്നും പറഞ്ഞില്ല. എന്താടാ, നിനക്ക് ഇഷ്ടായില്ലേ? ഭയങ്കര ലോങ്ങാ. ലോങ്ങോ? ഓ, നീളം. പിന്നെ നിന്നേക്കാളും വലിയൊരു പെണ്ണ്. ആ പെണ്ണിന്റെ കാര്യമല്ലേ പറഞ്ഞേ. ഭയങ്കര യാത്ര, ഭയങ്കര ദൂര യാത്ര. ഇപ്പൊ നല്ല കഥ. അബുദാബിലൊന്നും അല്ലല്ലോ കൊച്ചിന്റെ വീട്, ചേലക്കരയല്ലേ. നീ ഞങ്ങളെ വിഷമിപ്പിക്കാതെ കാര്യം പറ. പറയാം ഗണേശ.
പറ, നിനക്ക് അവളെ ഇഷ്ടമായ? എനിക്കാ അമ്മേ ചേച്ചി അമ്മായി ഞാൻ അപ്പഴേ ഏട്ടനോട് പറഞ്ഞ എനിക്ക് വേണ്ടിയല്ല ഏട്ടന് വേണ്ടി നിന്റെ വളിച്ച വിശദീകരണം ഒന്നും വേണ്ട, ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. നിനക്ക് അവളെ ഇഷ്ടമായോ? ഇഷ്ടായോന്ന് ചോദിച്ചാ കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ തറവാട്ടി പറഞ്ഞ പെണ്ണാണെന്ന് അമ്മാവൻ നേരത്തെ പറഞ്ഞു. അമ്മാവൻ പറയാത്ത ഒരു കാര്യം ആ കുട്ടി പറഞ്ഞു. അതെന്താ അത്? അവളുടെ പ്രായം. അത് ഈ വരുന്ന ജൂണിൽ 20 വയസ്സ്. മോളിങ്ങി വന്നേ വാ. അമ്മേ, ഇവൾക്ക് എത്ര വയസ്സായി? അവക്ക് 18 ആവണു. അപ്പൊ രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം? 2 വയസ്സ്. ഇവൾ എനിക്ക് എന്റെ മോളെ പോലെ. അങ്ങനെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അങ്ങനെ ഒരു അന്യായം എന്നെ കൊണ്ട് ചെയ്യിക്കണോ? എന്റെ അല്ല, കുട്ടിയെ അവർക്ക് ഈ കാര്യത്തിൽ സമ്മതാന്ന് വെച്ചാ അവരുടെ സമ്മതം അല്ല അമ്മാവ, അവനവന്റെ സമ്മതമാണ് വേണ്ടത്, മനസ്സിന്റെ സമ്മതം. ഏതൊരു മംഗല്യവും ആദ്യം നടക്കുന്നത് മണ്ഡപത്തിൽ വെച്ചല്ല, മനസ്സിൽ വെച്ച. കെട്ടുന്ന ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിൽ വെച്ച്. അത് അവിടെ വെച്ച് നടന്നില്ലെങ്കിൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കണതാണ് അതിന്റെ വൃത്തി. എന്റെ ഈശ്വര, ഇനി ഈ പേരും പറഞ്ഞ് പാവ ഈശ്വരനെ വിളിച്ച് സങ്കടപ്പെടുത്തണ്ട. കള്ളം പറഞ്ഞും കണ്ണീരൊഴുക്കിയൊക്കെ അല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. വന്ന സ്ഥിതിക്ക് കെട്ടിയിട്ടേ പോകുന്നുള്ളൂ ചന്ദ്രൻ. പക്ഷെ ഒരു കാര്യം, എനിക്കിപ്പോ വയസ്സ് 41. കെട്ടുന്ന പെണ്ണിന് ഏറിപ്പോയ 10 വയസ്സിന്റെ പ്രായ വ്യത്യാസം വരെ ആകാം. എവിടെ വേണേലും എങ്ങനെ വേണേലും അന്വേഷിക്കാം. പിന്നെ ഒരു ഡിമാൻഡ് ഉണ്ട്. പറഞ്ഞോളൂ. പെണ്ണ് കാണാൻ ഈ പടി ഇറങ്ങും മുമ്പ് പെണ്ണിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കും. അത് ഞാൻ ഇട്ടളിയാ. ഫോട്ടോസ്റ്റാറ്റ് അല്ല അല്ലയാ ഞാൻ ഉദ്ദേശിച്ചത്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. SSLC ബുക്കിന് 3rd പേജ് ആയാലും കുഴപ്പമില്ല, കുഴപ്പമുണ്ടാക്കരുത്. അപ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാവും. മാധവൻ ലോകകപ്പിലേക്ക്, ലോകകപ്പിലേക്ക്. ചക്ക ഓട്ടോറിക്ഷ പിടിച്ചു വരണ. ഇങ്ങോട്ട് ഇറങ്ങടി മോളെ. എത്രയുടെ 35? ഞങ്ങൾ രണ്ടുപേരല്ലേ നിന്റെ കുന്നാട്ടത്തിൽ കയറിയിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേര് മാത്രമല്ലോ, കൂടെ ഒരു ഫുൾ പ്ലാവൂലേ, അപ്പൊ 35 ആവും. അന്നാ അവിടെ നിൽക്ക്. അഗ്രികൾച്ചറിൽ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, കൃഷിഭവനിൽ നിന്നാണെന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ ചക്കാന്തറേന്നാ, ചന്ദ്രന്റെ അമ്മായിയാ. അതാ ചക്കയും കൊണ്ട് വന്നതല്ലേ? പണ്ടേക്കും പണ്ടേ ചക്കാന്തറയിലെ അമ്മായിയുടെ ചക്ക ചന്ദ്രനൊരു വീക്കൻസാ. ഇതേതാ ഈ വീക്കെൻഡ്സ് മകളാ? അതെ, ചന്ദ്രന്റെ മുറപ്പെണ്ണ, പേര് നീലിമ. എന്നാ പിന്നെ ഉജാലാന്നിടായിരുന്നില്ലേ? ഹായ് നീലു. ഗൾഫുകാരനാണോ? ഗൾഫുകാരനാണോന്നാ? 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഷെയ്ക്കാ. ആണോ? എന്നാ ഓട്ടോന്റെ കാശ് കൊടുത്തേ. വാ മോളെ, വേഗം ഇങ്ങോട്ട് വാ. ചക്കന്തറയിലെ അമ്മായി എന്തേ വരാൻ വൈകിയത്? ഒന്നും പറയണ്ടല്ലേ ലക്ഷ്മിയെടുത്തിയെ. ചന്ദ്രൻ വന്നു അറിഞ്ഞപ്പോ തുടങ്ങിയത് ഈ പെണ്ണ്. ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം, ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം എന്നും പറഞ്ഞ കയറ് പൊട്ടിക്കുക. പക്ഷെ എന്താ ചെയ്യ, ഈ ചക്കയൊന്നും മൂത്ത് കിട്ടണ്ടേ? അതെ, ചന്ദ്രേട്ടൻ എന്തിയ അമ്മായി? അവിടെയുണ്ട്. ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ മോനാകെ അങ്ങ് വാടിപ്പോയല്ലോ. നീ എന്താടി അന്യനെ നോക്കണത് പോലെ വാ പൊളിച്ച് നിക്കണത്? ഈ തേനിലിച്ചൊക്കെ ചന്ദ്രനോട് കൊടുക്ക്. അവളിപ്പോ നോക്കുന്നത് നിന്നെയാണോ എന്നെയാണോ? അവളിപ്പോ നോക്കുന്നത് നമ്മുടെ രണ്ടുപേരെ അല്ല, അവളുടെ ഭാവിയിലേക്കാ. നോക്കി നിൽക്കാതെ നീ ആ തേനുലി. അല്ല ഏട്ടാ, അത് ഏട്ടന്റെ ചക്ക. ഇവിടെ ചക്കയ്ക്ക് എന്ത് ഏട്ടനും അനിയനും ഒന്നുമില്ലല്ലോ, നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ദേ ചക്കമ്മയുടെ നീലമ കൂടി ആ ചക്കയും കൊടുത്തേ കൊടുത്തേ കൊടുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. അമ്മായിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. കാണാൻ സുന്ദരൻ, കൈ നിറയെ കാശുണ്ട്, പിന്നെ പെണ്ണ് കെട്ടാനാണെന്നും പറഞ്ഞ് വീടായ വീടൊക്കെ കയറി ഇറങ്ങി ഈ പൂ പോലുള്ള മുഖം വെയില് കൊള്ളിച്ച് വാടിക്കേണ്ട വല്ല കാര്യം. അത് അമ്മായി ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞതാ? അതെ, ഞാൻ പറഞ്ഞ തന്നെ. മുറപ്പെണ്ണായിട്ട് ഒരാൾ ഇവിടെ ഏട്ടന് വേണ്ടി പുര നിറഞ്ഞു നിൽക്കുമ്പോ പെണ്ണ് അന്വേഷിച്ച് പുറമെ പോണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലേ. അപ്പോഴൊക്കെ ഏട്ടൻ എന്താ പറഞ്ഞത്? അമ്മായിക്ക് അത് ഇഷ്ടാവില്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? കൺമുമ്പിൽ കൊണ്ട് എത്തിച്ചു തന്നില്ലേ ഈശ്വരൻ? ഇത്രയും വിശാല മനസ്കായ ഒരു അമ്മായിയും ഇത്രയും വിശാലായിട്ടുള്ള ഒരു മോളും വേറെ എവിടെ കിട്ടു ഏട്ടാ? ഒന്ന് അങ്ങോട്ട് ചേർന്ന് നിന്നേ എന്റെ ഏട്ടത്തിയമ്മേ. എന്തൊരു ചേർച്ച! ഇത്തവണത്തെ ജോഡിക്കുള്ള മാതൃഭൂമി മെഡിമിക്സ് അവാർഡ് എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. നീ ഇങ്ങനെ പോയാലേ അധികം താമസിയാതെ എന്റെ എന്തെങ്കിലും അവാർഡ് മേടിക്കും. അപ്പൊ ചക്കമായി, നമുക്കൊരു കാര്യം ചെയ്യാം. അധികം വൈകാതെ ഇവളുടെ കല്യാണം നടത്താം. അതിന്റെ ഫുൾ ചെലവ് ഞാൻ എടുത്തോളാം. ഞാൻ തിരിച്ചു പോകും മുമ്പ് ഇവൾക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തണം. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ നിന്നെയും കൂടെ ഏൽപ്പിക്കുക. അമ്മായി മൂഡ് ഓഫ് ആകണ്ട. ചേരേണ്ടത് ചേരുമ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാകൂ. അത് ശരി, അപ്പൊ അതാണ് കാര്യം.
ഹൈ ബി പിയും അണീബിയും ഒരുമിച്ച് ആക്രമിച്ചൊരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധമാണ് ഇന്ന് ആ വയറിളകിപ്പോയത് അല്ലേ? ഒരു കൊച്ചു തിരുമറി, ഒരു ഗോഡൌൺ തിരുമറി. ആ തിരുമറി പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ സംഘം ചേർന്നിരുന്ന് തൂറി മറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സുലൈമാനെ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചന്ദ്രനളിയൻ വരുന്നു എന്നറിഞ്ഞപ്പോ ആ വരവെന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടിയത് എനിക്ക് ചന്ദ്രനളിയന്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു വയറിളക്കം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. ഇത് അവിടെ ഇരിക്കട്ടെ. എന്താ വേണ്ടേ? പെങ്ങളെ കെട്ടിയവനെ വെറും ഒരു അളിയനായി കാണുന്നവനല്ല ചന്ദ്രേട്ടൻ. ആ മനസ്സ് എനിക്കറിയാം. ആ അതറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ആണല്ലോ, ഇനി ഞാൻ അത് എടുത്തോട്ടെ. എടുത്തു. നേർച്ച വരിച്ചത് കഴിച്ചു. നീ വന്നത് പേരന്വേഷിച്ചല്ലേ? ആ ചന്തിയൊറിയുന്ന പേര്. എന്തൊക്കെ ത്യാഗം സഹിച്ചും ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ ഞാൻ വേറിട്ട് നിൽക്കുക. ആ പേര് തിരിച്ചു പിടിക്കാൻ നീ എന്നെ സഹായിക്കും. ഇപ്പൊ ഈ വീറൊന്ന് അകത്താക്കാൻ അളിയൻ എന്നെ സഹായിക്കോ? ഓ. ഒരു സുലൈമാനുമില്ല. വേരി ഫോർ ഈച്ചതാ സുലൈമാനെ, ദാ ആ നീ പറഞ്ഞ അവൻ കേക്കും. ചന്ദ്രേട്ടന്റെ ചെവിക്ക് കുഴപ്പമില്ലാത്ത കൊണ്ട് ഞാനല്ല ഏത് പൊട്ടം പറഞ്ഞാലും ചന്ദ്രേട്ടൻ കേൾക്കും. പക്ഷെ വിഷയം തിരിമറിയായതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് കേട്ടാലേ പറയാൻ പറ്റൂ. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ ബി പി കൂട്ടി വീണ്ടും വീണ്ടും ഹണിബി അടുപ്പിക്കാതടാ. കാര്യം അവനാണ് തീറ്റിപ്പോറ്റുന്നതെങ്കിലും 3 പെമ്പിള്ളേരുടെ അച്ഛനാടാ ഞാൻ. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഈ പ്രശ്നത്തിന്റെ പേരിൽ അളിയൻ എനിക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി എടുത്താൽ പിന്നെയും മനാത്തൊടി മാധവൻ മാനം നോക്കി കാലം കഴിക്കേണ്ടി വരും. ഇതാണ് കുറ്റിച്ചിറ ജംഗ്ഷൻ. അനിയാ ഞങ്ങൾ കുറ്റിച്ചിറ ജംഗ്ഷൻ അന്വേഷിച്ച് വന്നതല്ല, വേറെ അന്വേഷിച്ച് വന്നതാ. വേറെ? ആ ബാപ്പ കാശ് കൊടുക്ക്. ചില്ലറയിൽ 1000ന്റെ നോട്ടാ. ഇതിപ്പോ എന്റെ വാപ്പാൻ അന്വേഷിച്ചു വന്നാ നിന്റെ വാപ്പാൻ അന്വേഷിച്ചു കൊടുത്തോ? എന്തൊരു മാറ്റ. ആദ്യം ആ കടയിലൊന്ന് ചോദിക്കാം. ഇവിടെ ആരും ഇല്ലേ? കടക്കാരാ? കടക്കാരനോ? ഞാനേ ഇന്ന് വരെ ഒരാൾക്ക് 5 ഉറുപ്പ് കൊടുക്കാനില്ല. എല്ലാരും എനിക്ക് ഇങ്ങോട്ട് തരാനാ. അല്ല ഇന്നെ കടക്കാരനൊക്കെ വന്നിക്ക നിങ്ങൾ കാര്യം പരികോയേ. ഒരു നാടൻ നാറി, സോറി, 2 നടന്നിട്ട് സർവത്ത്. അങ്ങനെ പറയേ. അല്ലളിയാ, നമ്മളിവിടെ സർവത്ത് കുടിക്കാൻ വന്നതാ. ഇവിടെ ഒരു അന്തരീക്ഷം ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വരെ അന്വേഷണം. അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് അന്വേഷിക്കാൻ ഇതെന്താ CBI ഡയറി കുറിപ്പാ? അപ്പോഴേ ഈ കോയയുടെ കറക്റ്റ് ഉത്തരം കിട്ടൂ. അതിനാണ് ഈ സർവത്ത്. അല്ലാതെ കുടിക്കാനല്ലേ? പോയി ചോദിക്കാം. എക്സ്ക്യൂസ് മീ. ഐസ് വന്നിട്ടില്ലല്ലോ. വേണ്ട, എന്റെ പേര് സുലൈമാൻ. എന്റെ പേര് അദ്ദൈമാൻ. അല്ലല്ലല്ല. പിന്നെ എന്റെ ഉമ്മയും ബാപ്പ എനിക്കിട്ട പേരാ കേട്ടാ. നിങ്ങൾ രണ്ടാളും കൂടെ എന്റെ പേര് മാറ്റി ഓട്ടോറിച്ച് എടുത്ത് പോന്നിക്ക. കാര്യം പറയുകോയേ. അതായത് ഏതായത്? അല്ലനിയാ. അനിയനോ ഞാനോ? എന്റെ കുടുംബത്തിലെ മൂത്താൻകുട്ടി ഞാനാ. എനിക്ക് 4 ആൺകുട്ടികൾ വേറെയുണ്ട്. കാര്യം പറയുകോയേ. വെറുതെ അല്ല ഇയാളുടെ കടയിൽ ആള് കയറാം. ഇവിടെ ഒരു മൊയ്തീനാജി ഉണ്ടല്ലോ. ഇവിടെ ഒരു മൊയ്തീനാജി അല്ല, 8 മൊയ്തീനാജിമാരുണ്ട്. 8? ഇതെന്താ മൊയ്തീനാജിമാരുടെ സൂപ്പർ മാർക്കറ്റ്? അല്ല, അപ്പൊ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് എടുത്ത മൊയ്തീനാജി അതല്ല. അങ്ങനെ പറയും. മൊബൈൽ പോയിന്റ് പള്ളി പോയില്ലേ? ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ സുലൈമാന്റെ വാപ്പ മൊയ്തീനാജി. കറക്റ്റ്. ആ. ഇയാളുടെ ഒരു മോൻ മുമ്പ് നാടിട്ടുപോയി. അതെ. ഓന്റെ പേര് സുലൈമാൻ. ആണാ? ആണല്ലാത്തോടത്തിന് ആരെങ്കിലും സുലൈമാന്റെ പേര് പിന്നെ ഓൻ 5-6 കൊല്ലായി തിരിച്ചു വന്നിട്ട് ഇപ്പൊ കുടുംബമായി സുഖമായി ജീവിക്കാം. എന്തേ ഓനെ വിളിപ്പിക്കണം? വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് തിരിച്ചു വരാത്ത സുലൈമാന്റെ ബാപ്പാനെ. അയ്യോ, നിങ്ങൾ ഇത്രയും പറഞ്ഞത് ഒരു വാസ്തവം ഞാൻ പറയട്ടെ. 8 മൊയ്തീൻ ഹാജിമാരിൽ 3 ആൾക്കും സുലൈമാൻ പേരുള്ള മക്കളുണ്ട്. ആ 3 പേരും ഇവിടുന്ന് നാട് വിട്ടുപോയതാ. അതിലൊരുത്തന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തെ ഇക്കഴിഞ്ഞ വലിയ നാക്കിന് തിരിച്ചു വന്നു. ഓനും കുടുംബമായി ജീവിക്കാം. പിന്നെ മൂന്നാമത്തെ മതി. മതി. അപ്പൊ മൂന്നാമത്തെ പറഞ്ഞവന്റെ വാപ്പ തന്നെ നിന്റെ വാപ്പ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് പേരോ എടുത്തു വരുന്നുണ്ട്. അതെ, ആ മൂന്നാമത്തവന്റെ വാപ്പയുടെ വീടെന്ന് പറഞ്ഞിരുന്നു. അല്ല, നിങ്ങൾക്ക് വേണ്ടത് വീടോ അത് ആളെയോ? ആളെ. അതിനെന്താ നിങ്ങൾ വീട്ടിൽ പോലും മൂപ്പരെല്ലാം നിക്കണ? നമ്മളപ്പം തന്നെ ഓനെ എടുത്ത് ആശുപത്രിയിലാക്കി. പടച്ചോന്റെ കൃപ കൊണ്ട് മയ്യത്തായില്ല. പടച്ചോന്റെ അല്ല, ആചാര്യ കൃപ കൊണ്ട്. കറക്റ്റ്, അത് നിന്റെ വാപ്പ തന്നെ. കണ്ടില്ല ചന്തിയൊറിയുന്നത്? നീ എന്തിനാ കരയുന്നത്? കരഞ്ഞതല്ല, കണ്ണി കരട് പോയതാ. ഊതിയേ. വാ വിളിച്ചിരിക്കാതെ അങ്ങനെ ചെല്ലടാ. അത് കലക്കി ഹാജിയാര. ബാപ്പാ ആയിരിക്കണ ബാപ്പ? എന്റെ ബാപ്പ. ഇത് ഞാനാണ് ബാപ്പ. ബാപ്പാന്റെ മോൻ സുലൈമാൻ. പണ്ട് നാട് വിട്ടുപോയ സുലൈമാൻ. നാട് വിട്ടുപോയി സുലൈമാനോ? എന്റെ മോൻ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാടാവും വന്നത്. അതിനിടയ്ക്ക് വേറൊരു സുലൈമാനാ. അന്നെ കണ്ടിട്ട് തന്നെ മോത്തൊരു കള്ള ലക്ഷണുണ്ടല്ലോടാക്കി മാറേ. അങ്ങാടി തെണ്ടിട്ടാണടാ വാപ്പാഞ്ഞി ഉണ്ടാക്കുന്നത്. അളിയനാ? ആദ്യം അനക്ക് ഞാൻ വാപ്പയാക്കി, ഇപ്പൊ അളിയനാ. അന്റെ ഏത് പെങ്ങളെയാടാ നമ്മൾ കെട്ടിയാക്കി മാറേ?
ഈ കൊട നിന്റെ പള്ളക്ക് അങ്ങോട്ട് കയറ്റിയാലുണ്ടല്ല അടുത്ത വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കഴിഞ്ഞ് നമ്മൾ ഇതിങ്ങോട്ട് ഊരിയെടുക്കുള്ളൂ. ഓ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഏട്ടനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാനും ഓ ഈ ട്രാഫിക്കിനിടയിൽ ഇത്തിരി പോകുന്ന ഒരു മൂട്ട കാറിന്റെ പിന്നില് നമ്മുടെ വലിയ വണ്ടി വെച്ച് പിടിച്ച എവിടെ കിട്ടാനാ? ആ ഇല്ലാത്ത ഗിയർ മുഴുവൻ ഞാൻ മാറ്റി നോക്കി. എന്നിട്ട് എന്ത് ഫലം? തെറിവിളി മാത്രമല്ല തീറ്റി പോറ്റിയതിന് ഗുണം ഉണ്ടായില്ലെന്ന് വരെ ഏട്ടൻ പറഞ്ഞു. അത് ശരി. അപ്പൊ ഈ ചേസിംഗിന്റെ ടെൻഷന്റെ ഇടയിലും ഏട്ടൻ വാസ്തവം പറഞ്ഞിട്ടുണ്ട്. ആ വാസ്തവം വസ്തുനിഷ്ഠമാകണമെങ്കിൽ ആ വാഹനത്തിൽ നീയും കൂടി വേണമായിരുന്നു. അത് തന്നെ. എടാ ശിവ, നീ ആ കാറിന്റെ അകത്ത് ആരെങ്കിലും കണ്ടോ? എവിടെ കാണാൻ? ആ കാർ തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. എന്ത് തന്നെ ആയിരുന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ കുടുംബകഥയിലെ ടർണിംഗ് പോയിന്റ് ആയിരുന്നു ആ കാറിനകത്ത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് നീ നശിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് കോമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആയിരുന്നെങ്കിൽ ആ കാർ ചവിട്ടി വിട്ടേരെ. എങ്ങോട്ട്? എയർപോർട്ടിലേക്ക്. എന്നിട്ട് അബുദാബി ചെന്ന അവിടുത്തെ ഷെയ്ക്കുമായിട്ട് ഈ ടർണിംഗ് പോയിന്റിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തേനെ. ഇപ്പൊ കാറിന്റെ വഴിക്കും പോയി, ഫ്ലൈറ്റിന്റെ വഴിക്കും പോയി. അളിയന്റെ അളിയിലാണ് പരിപാടിയിലുമായി. ആയല്ല? ആയില്ലേ? ആയ. മതി ചർച്ച. പിള്ളേരെല്ലാം വിശന്നിരിക്കുക. ഞാൻ പോയി അവനെ. ഞങ്ങൾ തുടങ്ങാം. ചന്ദ്ര എന്നാ പോണേ? ഉടനെ പോകാതിരിക്കാൻ വേണ്ടി ഈ ഓട്ടം. അല്ല അവനെവിടെ? തിരിച്ച് വീട്ടിലേക്ക് ഓടിയോ? ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആ അവൻ എവിടെയെങ്കിലും പറഞ്ഞു എന്നാൽ അവൻ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഓ അയ്യോ പാവം, ഓടിയെത്താഞ്ഞിട്ടാണ്. ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു. ഏത്? ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ ഓടാന്ന്. എന്തൊരു മനപ്പുറത്തല്ലേ? അല്ല അത് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഒരേ ചോരയല്ലേ ഏട്ടാ? അങ്ങനെ ഇപ്പൊ ചോരണ്ട, അങ്ങോട്ട് ഓടാ. അയ്യോ നീ എന്താ കിതക്കുന്നത്? നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ ഉണരാൻ പറ്റൂ. നീ ഉറങ്ങിയതിന്റെ കുഴപ്പാ. എന്താണ് കാണും. ഹണിമൂൺ വേണ്ട. പറഞ്ഞില്ല ഞാൻ. ചന്ദ്രേട്ടാ. ജോസോ വാ. എങ്ങനെയുണ്ട് അപ്പച്ചനെ? ആശുപത്രി തന്നെയാ. കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. നീ ഇരിക്കെ. ചന്ദ്രേട്ടാ, കാശ് എടുക്കാനാണെങ്കിൽ വേണ്ട. കാശ് മേടിക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. ഇവിടെ ഒറ്റയ്ക്കായി പോയെന്ന് പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല. കൂട്ടുകിടക്കാൻ വേണ്ടി വന്നാ ഞാൻ. ഒറ്റയ്ക്ക? നമ്മള് ഗൾഫുകാർക്ക് ഇതൊക്കെ ശീലമല്ലടാ. ഭാഷ അറിയില്ല, പോലീസിനെ പേടിക്കണം, കയ്യിലൊട്ട് കാശുമില്ല. 3-4 കൊല്ലം നിന്റെ മുറിയിൽ എനിക്ക് ഊണും ഉറക്കവും തന്ന് കൂട്ട് കിടന്നിട്ടില്ലേ നീ? കൺമുമ്പില് പൊരി വെയിൽ കിടന്ന് തിളയ്ക്കുമ്പോ ഉള്ളും പുറവും ഒരുപോലെ പൊള്ളും. അപ്പൊ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ഒറ്റ മൂലിയില്ലേ? ഇത്തിരി നേരം കണ്ണടച്ചങ്ങോട്ട് നിൽക്കും. അപ്പൊ മനസ്സിൽ തെളിയും ഒരു പച്ചപ്പ്, ജന്മനാടിന്റെ പച്ചപ്പ്. പിന്നെ കൂടപ്പറപ്പുകളുടെയും കൂട്ടുകാരുടെയും ഒക്കെ പുഞ്ചിരിക്കുന്ന മുഖവും. അത് മതി സന്തോഷാവാൻ. പക്ഷെ ഒക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നടാ? നമ്മൾ കാരണം തന്നെ എല്ലാവരുടെയും മുഖം മങ്ങിയ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാടാ ഉള്ളത്? ഒരു കണക്കിന് നമ്മളൊക്കെ വിട്ടുകളാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഗൾഫിലാണെങ്കിലും നേരത്തെ കല്യാണം കഴിക്കും. എന്നിട്ട് പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് പോകും. അതിലൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ മുഖം ഒന്ന് കാണാൻ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒന്നുകിൽ ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ. നമുക്കൊക്കെ അവസാനം എന്താടാ ബാക്കിയാവുക? ഇത്തിരി പ്രഷർ, ഇത്തിരി ഷുഗർ, പിന്നെ കണ്ണടയണ കാലം വരെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വീടിന്റെ പൂമുഖത്തുതാ ഇതുപോലൊരു ചാരുകസേര. പേടിയാവണടോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. അതാ ഞാനും പറയണേ. ചന്ദ്രേട്ടൻ ഒറ്റക്കാവാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനെവിടെ? ഒരു പ്രശ്നമില്ല ചന്ദ്രേട്ടാ, ഒക്കെ നേരെയാവും. എന്ത് തന്നെയായാലും എല്ലാരും കൂടി ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഒട്ടും ശരിയായില്ല. ഇത് പറയുന്ന ആൾക്ക് അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? ഞാൻ ഇറങ്ങിയത് അളിയനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് കരുതിട്ടാ. എന്നാ ഞാൻ അങ്ങനെയല്ല. ആ തെമ്മാടി ഇനി അവിടെ വരില്ലാന്ന് ഏട്ടൻ ഇവിടെ ഒന്ന് ഉറപ്പാന്നാലേ ഞാനും എന്റെ കുടുംബം ഇനി അങ്ങോട്ടുള്ളൂ. എന്നാലും ഒരു തരി മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞത് അഹങ്കാരം തന്നെയാ. നിനക്കെന്താ ദഹനക്കേട് വല്ലതും ഉണ്ടോ? വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അയ്യോ, ദേനക്കേട് മാത്രല്ല, മൗനവ്രതം കൂടിയാ. വലിയേട്ടനെ കാണാഞ്ഞിട്ട് കുഞ്ഞനീന് ഉറക്കം വന്നില്ല. അങ്ങോട്ട് വരാൻ പറ്റാവോ? ആരാ? ഞങ്ങളാ. ആഹാ, മട്ടനും ചിക്കനൊക്കെ നിരത്തി വെച്ച് വട്ടം കൂടിയിരുന്ന എല്ലാരും കുടുംബം കളിക്കല്ലേ? ആ പാവത്തിനോടെ ഇങ്ങനെയൊക്കെ തന്നെ വേണം. റെക്കമെൻഡേഷൻ ആണെങ്കിൽ വേണ്ട.
ഇല്ലാത്ത കഷ്ടപ്പാടും പറഞ്ഞ് വല്ല ചില്ലറ മേടിക്കാൻ വന്നാണെങ്കിൽ അത് അവിടെ പോയി പറഞ്ഞ് വാങ്ങിച്ച് സ്ഥലം വിട്ടോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. കുടുംബ പ്രശ്നം എന്നാ നിനക്കൊക്കെ കുടുംബം ഉണ്ടായത്? ആ മനുഷ്യൻ അക്കരെ പോയി രാപ്പകില്ലാതെ കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നിനക്കൊക്കെ ഇങ്ങനെ വെച്ചു വിളമ്പിത്താൻ ഒരു കുടുംബം ഉണ്ടായത്? ഒന്ന് നിന്നേ, നീ ഇതെങ്ങോട്ടാ മണവാട്ടി അടിച്ച മാതിരി തലയും താഴ്ത്തി? എടാ, ഇത്രയും കാലത്തിനിടക്ക് ഈ അലക്കിത്തച്ച സാധനത്തിലേക്ക് കഞ്ഞിപ്പശ വാങ്ങാനുള്ള ചില്ലറ പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ നീയൊക്കെ? അതൊക്കെ പോട്ടെ, പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ കൊടിവെച്ച കാറിലെ പണ്ടാരടങ്ങൂന്ന് പറഞ്ഞിട്ട് അവസാനം ദാ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ് നിന്റെ നെഞ്ചത്ത് കരിങ്കൊടി കുത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ അവിടെ വന്ന് അടിയും പിടി ഉണ്ടാക്കി തന്റെ ഇടത്തോടെ വിളർക്കി കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരു ഏട്ടനെ കിട്ടാൻ പുണ്യം ചെയ്യണോടാ, പുണ്യം. നിങ്ങൾ വലിയ വീരവാദം പറയുന്നുണ്ടല്ലോ. അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണ് ഏട്ടനെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തിനാ തിരിഞ്ഞു നോക്കണത്? വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുറകിലൊന്നല്ലോ, നല്ല ഒന്നാന്തര മണിമാളികയിൽ തന്നെയല്ലേ. ഒരു PWD ക്ലർക്കിന് താമസിക്കാൻ ഇരുന്നല വീട്, AC ബെഡ്റൂം, മുറ്റത്ത് മുന്തിയ കാറ്, ഇതൊക്കെ ഏട്ടൻ നേരത്തിന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായതല്ലേ. അല്ലാതെ നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറഞ്ഞും കിടന്നിട്ടുണ്ടായതല്ലോ. എന്നിട്ട് ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ എന്റെ പരാതിയാ. നല്ല പ്രായത്തിൽ ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട് ചന്ദ്രേട്ടന് അബുദാബിയില്. അപ്പോഴൊക്കെ പറയും അമ്മയും കൂടപ്പുറപ്പോഴും കണ്ടിട്ട് ഇഷ്ടാവിടുന്ന് മതിയെന്ന്. അങ്ങനെ മാറ്റി വെച്ചതാ ചന്ദ്രേട്ടന്റെ ജീവിതം. എന്നിട്ട് ഇപ്പൊ ഏതോ ഒരു പെണ്ണിന്റെ കുട്ടിയുടെ പേരും പറഞ്ഞ് ആ ഏട്ടൻ അവിടെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടി മൂപ്പർക്കെതിരെ വട്ടമേശ സമ്മേളനം നടത്തേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളൊക്കെ കാരണം ആ ഏട്ടന്റെ കണ്ണിൽ ആ മുറ്റത്ത് വീണ മുടിഞ്ഞു പോയി കാണുന്നതൊക്കെ. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണം ചന്ദ്രേട്ടനെ. കൊണ്ടുപോകും അങ്ങോട്ട്, എന്നിട്ട് അവിടെ ഉണ്ടാക്കും നല്ല ഒന്നാം തരം ഒരു കുടുംബം. പിന്നെ ആ ഏട്ടനെ ഒന്ന് കാണണമെങ്കിൽ കുടുംബ സമേതം വിസിറ്റിംഗ് വിസ എടുക്കേണ്ടി വരും, പറഞ്ഞേക്കാം. പിന്നെ പല കഷ്ടപ്പാടുകളും പറഞ്ഞ് ആ വകയിൽ ചന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചില്ലറ മേടിച്ചിട്ടുള്ളതന്നെ ജോസ്. ഇപ്പോ ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങളോട് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിലേ ആ വകുപ്പിൽ ഞാനുണ്ട് ചന്ദ്രേട്ടന്റെ ചോറേ ദഹിക്കാതെ അങ്ങനെ കിടക്കും മരണം വരെ. എന്തായാലും തീറ്റ മുടക്കണ്ട, നടക്കട്ടെ, വെട്ടി വിഴുക്.